എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോ ഈ ചിരി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 2 കപ്പിൾസിന്റെ, അതായത് 2 പേരുടെ വെഡിങ്, അതായത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരോടും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോ അവിടുന്ന് ജെറിനും ജിനോയും നോക്കുമ്പോ നിങ്ങൾ എല്ലാവരും മുഖവും വീർപ്പിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് അത്ര പ്ലസന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് നല്ലോണം ആത്മാർത്ഥമായിട്ട് ഉള്ളുകൊണ്ട് ചിരിക്കാം. നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം അവരെ അറിയിക്കാൻ, ആസ്വദിച്ച് അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം അല്ലെ. നല്ലോണം നമുക്ക് എല്ലാം പ്രിപ്പയർ ആയിട്ട് അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നിറഞ്ഞ മനസ്സോടും നിറഞ്ഞ വയറോടും കൂടി നമുക്ക് കാത്തിരിക്കാം. ഇപ്പൊ ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെൽക്കം ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം ആസ്വദിച്ച് ഈ ഒരു സ്റ്റേജിന്റെ ഭാഗത്തേക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലും അത് സന്തോഷത്തോടെ ഉള്ളിലേക്ക് സ്വീകരിക്കണമെങ്കിലും ഞാൻ ആരാന്ന് മനസ്സിലായാൽ മാത്രമാണല്ലേ നിങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പേര് ഡയ, ഞാൻ NC ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആലുവയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ജെറിൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു ടീമാണല്ലേ അല്ലേ, ആ ഒരു രീതിയിൽ വേണം നമുക്ക് ഇത് ചെയ്യാനായിട്ട്. അവിടെ തപ്പച്ചന്മാരും ആന്റിമാരും കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു വെൽക്കമിങ് നിങ്ങളുടെ ഭാഗത്തേക്ക് എന്നെ വെൽക്കം ചെയ്യുന്നതായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇത് സ്പീച്ചുകളുടെ ഒന്നും ആവശ്യമില്ല അല്ലെ. 2 പേര് ലെറ്റ്സ് ഡു ലൈഫ് ടുഗദർ, അതായത് നമുക്ക് ഇനി മുതൽ ഒരുമിച്ച് ജീവിക്കാം, ഇനി മുതൽ എല്ലാ കാര്യത്തിനും നമ്മൾ ഒന്നാന്ന് തീരുമാനിച്ച് അവർ ഒരുമിച്ച് ഒത്തുചേരുന്ന ഒരു ദിവസം അല്ലെ, അതാണ് അവരുടെ വെഡിങ് എന്ന് പറയുന്നത്. ആ വെഡിങ് അവരുടെ ഒപ്പം തന്നെ അവരെക്കാൾ ഏറെ സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തുചേർന്നിരിക്കുന്ന നമ്മളെല്ലാവരും ആ ഒരു രീതിയിലാണല്ലോ അതിനെ കാണണ്ടേ. അപ്പോ ഇവിടുന്ന് നോക്കുമ്പോൾ ജെറിനും ജിനോയും ഈ സ്റ്റേജിൽ നിന്ന് ഇങ്ങടേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ചിരിച്ച മുഖമായിരിക്കണമല്ലോ അവർ കാണേണ്ടത്. എന്നാലാണ് അവർക്ക് ആ ഒരു സന്തോഷം മനസ്സിലാവാൻ പറ്റുള്ളൂ. നമുക്കറിയാം ജെറിനും ജിനോയും കൂടുന്നതിൽ അവരെക്കാളേറെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ മുഖത്ത് ആ ഒരു ചിരി ഉണ്ടെങ്കിലാണ് അവർക്കും അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്കറിയാം ഫോട്ടോ സെഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ പേഴ്സണലി അവരെന്തായാലും നിങ്ങളുടെ ആ ബ്ലെസ്സിങ്സും ആ ഒരു ഇതൊക്കെ അറിയിക്കും. എന്നിരുന്നാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ചിരിച്ച മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് ഞങ്ങൾ വിളിച്ച എല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ ഫാമിലീസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയിട്ടുണ്ട്, എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ഫീലിംഗ് അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണോ അല്ലെ. ബൈബിളിൽ പറയുന്നുണ്ട് ലവ് നെവർ ഫെയിൽസ്, അതായത് സ്നേഹം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫെയിൽ ആകുന്നില്ല അല്ലെ. അപ്പൊ ആ രീതിയിൽ തന്നെയായിരിക്കും ഇവരുടെ ഇടയിലുള്ള സ്നേഹം ഇരട്ടിയായി ഒരിക്കലും തോൽക്കപ്പെടാതെ ഇരട്ടിയായിട്ട് അത് ഉയർന്നു വരാനായിട്ട് വേണം നമുക്ക് ആശംസിക്കാനായിട്ട്. നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവരെന്ത് ചെയ്യും, ഈ സ്റ്റേജിലേക്ക് അവര് വരുന്നതാണ്. നമുക്ക് അവരെ ഓരോരുത്തരും നല്ലൊരു കയ്യോടുകൂടി ഇൻവൈറ്റ് ചെയ്യാല്ലേ. അപ്പൊ അവര് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബ്ലെസ്സിങ്സ് അവരെ അറിയിക്കാനായിട്ട് നിങ്ങളുടെ ചിരിയും നിങ്ങളുടെ കയ്യടികളുടെ ശബ്ദമായിരിക്കണം ഉയർന്നു കേൾക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആയിട്ടുള്ള ജെറിനെയും ജിനോയും നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ലൈഫിലൊരു മൊമെന്റ് വരും, നമ്മൾ എന്താണ് ചെയ്യുന്നതിനപ്പുറം ആരുടെ ഒപ്പമാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഒരു ചോയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണല്ലേ. അതായത് ജെറിൻ ജിനോയെ ചൂസ് ചെയ്തതും ജിനോ ജെറിനെ ചൂസ് ചെയ്ത ഒരു അതുല്യമായിട്ടൊരു മുഹൂർത്തത്തിനാണ് നമ്മൾ എല്ലാവരും സാക്ഷികളാകുന്നത്. അതായത് അവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെഡിങ് ഡേ അല്ലേ. ഈ ഒരു മൊമെന്റ് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേര് നിങ്ങൾ ഇവിടുന്ന് കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവും, ഞങ്ങൾ വിളിച്ചവരൊക്കെ വന്നോ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നോ അല്ലെ, ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടോ എന്നൊക്കെ ഒരു ടെൻഷൻ മുഖത്തുണ്ടോ എല്ലാവരുടെയും. അപ്പോ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ വിളിച്ചിരിക്കുന്ന നിങ്ങളുടെ സന്തോഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ കൂടി ഒരുത്തിരിക്കുന്ന ഓരോരുത്തരല്ലേ. ജെറിനും എനിക്കറിയാം ഈ ഒരു വെഡിങ് സീസൺ അല്ലെങ്കിൽ ഈ വെഡിങ് മന്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ട്രഗിൾ ഉള്ള ഒരു മന്ത് ആയിരുന്നു. ഒരുപാട് നിങ്ങൾ ഫേസ് ടു ഫേസ് ഒന്ന് നോക്കി, ഒന്ന് ചരിഞ്ഞ് നിന്നോളൂ. ഫേസ് ടു ഫേസ് ഒന്ന് നോക്കാം. ആ കൈ ഒന്ന് കൊടുത്തേ, ആ കൈ ഒന്ന് കൊടുക്കുക. 2 കൈയും പിടിച്ചു, 2 കൈ ഒന്ന് പിടിക്കുക. പരസ്പരം എന്നെ നോക്കണ്ട, പകരം നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കാം. യെസ്, വി ചൂസ് ഈച്ച് അതർ. എല്ലാ ഹാർഡ്ഷിപ്പിന് ശേഷം പരിചിതമാണ്. എന്നിരുന്നാലും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെറ്റ് മീ നൗ ഇൻട്രൊഡ്യൂസ് അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ജെറിൻ ജോൺ, who is a front office executive at Renai Medicity Hospital, Palarivattam, with a warm smile and a calm presence.
someone who made people feel comfortable the moment they walk in. And Gino Eldos, our groom, who is an AC technician based in Malta, hardworking, focused and building his dreams miles away from home. അല്ലെ, ഒരുപാട് ദൂരത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡ്രീംസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു ആൻഡ് ടുഗദർ ദേ ആർ ചെറിൻ ആൻഡ് ജിനോ അവർ ന്യൂലി വെഡഡ് കപ്പിൾസ്. ആയിരുന്നു ഇന്ന് ഇവരെല്ലാവരും ഒറ്റ ഫാമിലി ആയിട്ട് മാറാൻ പോവുകയാണല്ലേ. കൂടുതൽ വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് ഒരുപാട് ഫോർമൽ ഇവന്റ്സ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ലാമ്പ് ലൈറ്റിംഗിലേക്ക് കിടക്കാം. ലാമ്പ് ലൈറ്റിംഗിന് മുമ്പ് നമ്മുടെ ഒരു ചെറിയൊരു പ്രയർ സെഷൻ ഉണ്ട്. അപ്പോൾ പ്രയർ സെഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്രീസ്റ്റിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ വിവാഹ കുദാശയിലൂടെ ഒന്നായി തീർന്ന നമ്മുടെ പ്രിയപ്പെട്ട ദമ്പതികള് ജിനോയ്ക്കും ജെറിനും ഒരിക്കൽ കൂടി വിവാഹത്തിന്റെ ഭാവുകങ്ങൾ ആശംസിക്കുന്നു. ഏറ്റവും അനുഗ്രഹകരമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇവർക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. കാണുന്നു ഷൂസ് ഊരാനായിട്ട് പറ്റുമോ? പറ്റില്ല. ജിനോ റെഡി അല്ലേ? ഇവിടെ ജെറിൻ ഓൾറെഡി ഷൂസ് ഊരി. ജിനോക്ക് പറ്റുമോ? ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ ജിനോ, താങ്ക് യു. 2 ഷൂസ് ഊരാണ്. 2 ഷൂസ് ഊരാ. അതിനുശേഷം ഒരു ഷൂ ജെറിനും മറ്റേ ഷൂസ് ജിനോക്ക് കൊടുക്കുക. അതായത് രണ്ടുപേരും പരസ്പരം കൈമാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ജിനോയും ജെറിന്റെയും കയ്യിൽ ഇപ്പൊ എന്താണ് രണ്ടുപേരുടെയും ഷൂസ് ഉണ്ട്. അതായത് ജിനോന്റെ കയ്യില് എന്താണ് ജെറിന്റെ ഷൂസും ഉണ്ട്, ജിനോയുടെ ഷൂസ് ഉണ്ട്. സെയിം അസ് ദാറ്റ് ജെറിന്റെ കയ്യിൽ എന്താണ് ജിനോയുടെ ഷൂസും ജെറിന്റെ ഷൂസും. അപ്പൊ ജിനോയുടെ ഷൂസ് ഒന്ന് പൊക്കി കാണിക്കാമോ? രണ്ടുപേര് ജിനോയുടെ ഷൂസ് ഒന്ന് പൊക്കി കാണിച്ച്. ജെറിൻ ഒന്ന് പൊക്കി കാണിക്കാം. അപ്പൊ ഇതാണ് ജിനോയുടെ ഷൂസ് ആൻഡ് ജെറിന്റെ ഷൂസ് ഒന്ന് പൊക്കി കാണിച്ച് രണ്ടുപേരും. ജെറിന്റെ ഷൂസ് ഒന്ന് പൊക്കി കാണിച്ച്. ഓക്കെ, പെർഫെക്റ്റ്. ഇതാണ് ജെറിന്റെ ഷൂസ്. അപ്പൊ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് 5 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. നിങ്ങളുടെ ഉള്ളിലെ ആ കോമ്പാക്റ്റബിലിറ്റി, അതായത് പൊരുത്തം എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇതിന് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ജെറിന് തോന്നിയാണ് ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത് എന്നൊക്കെ ജെറിൻ കഴിയും. ജിനോക്ക് തോന്നിയാണ് ഞാൻ തന്നെയാണ് തോന്നിയെങ്കിൽ ജിനോയുടെ ഷൂസ് നോക്കാം. സെയിം as that. അങ്ങനെ നിങ്ങൾക്ക് കളിക്കാം. ഗെയിംസിന്റെ റൂൾസ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആൻഡ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് who said I love you first? ആദ്യമായിട്ട് I love you പറഞ്ഞത് ആരാണ്? നമുക്ക് ജെറിനോടോ? പെർഫെക്റ്റ്. രണ്ടുപേരും കറക്റ്റ് ഇപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ജിനോ ഇവിടെ ഒരു ഷൈ ബോയ് ആയിട്ട് ഇരിക്കുന്നെങ്കിലും ആളാണ് ആദ്യം ഒരു സ്കോർ ചെയ്തിരിക്കുന്നത് അല്ലേ ജെറിൻ? ആ ഒരു മൊമെന്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? Perfect. And my next question is, who is more patient during tough situation? ഏറ്റവും കൂടുതൽ ക്ഷമയോടെ സന്ദർഭങ്ങളിലൊക്കെ അതായത് ടഫായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമയോടെ പ്രവർത്തിക്കുന്ന വ്യക്തി ആരാണ്? രണ്ടുപേരും പരസ്പരം രണ്ടുപേരുടെയാണ് നോക്കുന്നത്. അപ്പൊ ഒരു പാർട്ട്ണർഷിപ്പിൽ നമുക്ക് വേണ്ട ക്വാളിറ്റി തന്നെയാണ് പരസ്പരം ക്ഷമയോടെ രണ്ടുപേരും കാര്യങ്ങൾ മുന്നോട്ട് കാണാനുള്ള ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള 2 മാർക്ക് നമുക്ക് കൊടുക്കാം. ആദ്യത്തെ ഉത്തരത്തിനും ഫസ്റ്റ് മാർക്ക് 1 മാർക്ക് കൊടുക്കാം. ഇപ്പോഴത്തെ ഉത്തരത്തിനും നമുക്ക് 1 മാർക്ക് കൊടുക്കാം. ആൻഡ് മൈ ക്ഷമയുള്ളതായിട്ട് ജെറിനെ ഫീൽ ചെയ്യുന്നു. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ. അവരാണ് ഇത് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവർക്ക് തമ്മിലുള്ള ഒരു കോമ്പാക്റ്റബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സീക്രറ്റ്ലി റൊമാൻറ്റിക്, നിങ്ങൾ മാത്രമായിരിക്കുന്ന നിമിഷങ്ങള് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ജെറിൻ ആലോചിക്കുകയാണ് ദൈവം അങ്ങനൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ എന്നാണോ തിരിയാറുള്ളത്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ രണ്ടുപേരും പരസ്പരം രണ്ടുപേരെയാണ് പൊക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? ജെറിനായിരുന്നു ജിനോയ്ക്ക് വേണ്ടിയിട്ടും ജിനോ ആയിരുന്നു ജെറിന് വേണ്ടിയിട്ടും പരസ്പരം ആ സ്നേഹ നിമിഷങ്ങൾ പങ്കിടുന്ന ആൾക്കാര് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവർക്ക് പെർഫെക്റ്റ് മാർക്ക് കൊടുക്കാം. ആൻഡ് മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് who is become foodie? ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന വ്യക്തി ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ഫുഡ് സ്വാഭാവികമായിട്ടും ആശ്രയിച്ച് ഭക്ഷണം കഴിക്കണമല്ലേ ജിനോ? അല്ലെ, ഞാൻ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടെന്നാണ് ജിനോ പറയുന്നത്. രണ്ടുപേരും അത് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് who forgives first after an argument? ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വന്ന് ഇവിടെ പോട്ടേടാ അല്ലെങ്കിൽ എരിപ്പോട്ടേടി എന്നൊക്കെ പറയുന്ന ആരാണ്? ആരായിരിക്കും ഏറ്റവും ആദ്യം വന്ന് ചെറിയ അയ്യാണ് പാവട്ടെ ജിനുവാണ് ഏറ്റവും ആദ്യം പറഞ്ഞിട്ട് ചെറിയ എങ്ങനെയാണ് കുറച്ച് പവറൊക്കെ ഉള്ള ടൈപ്പാണോ?
കുറച്ച് ജാതികളാണ് ഇപ്പൊ കുറച്ചൊക്കെ അതിനൊക്കെ സമ്മതിച്ചു. എനിക്ക് ഇച്ചിരി വെയിറ്റൊക്കെ ഉണ്ട്. എന്റെ അടുത്ത് ഇങ്ങനെ വേണമെങ്കിൽ പറ്റാവുന്നതാണ് ചെറിയ പറയുന്നത്. ഞാൻ 5 ചോദ്യങ്ങളും ചോദിച്ചു. 5 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് കൊടുക്കാം. നമ്മുടെ ഗെയിം സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു റൗണ്ട് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു കോമ്പാക്ടിവിറ്റിയിൽ നമുക്ക് 100 മാർക്കൊക്കെ കൊടുക്കാല്ലേ. വളരെ ഭംഗിയായിട്ട് രണ്ടുപേരും പങ്കെടുത്തു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ രണ്ടുപേർക്കും വേദിയിലേക്ക് നിൽക്കാം. ഇനി നിങ്ങൾ ഓരോരുത്തരുടെ ഫോട്ടോസ് സിനിമയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തു. വളരെയധികം സന്തോഷം അതില്. അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാനായിട്ട് ജെറിനും ജിനോയ്ക്കും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ദിസ് ഇസ് മീ, ഡയാ മറിയം. താങ്ക് യു.